വെൽക്കം ടു കോമഡി ട്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പൊ നമുക്കിന്ന് LDCയുടെ കുറച്ച് PYQ ക്വസ്റ്റ്യൻസുകൾ നോക്കാം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ PYQ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി നമ്മൾ നോക്കുന്നത് കേരള ഹിസ്റ്ററിയിലെ കേരള ഹിസ്റ്ററി റിനൈസൻസ് എന്ന് പറയുന്ന ഏരിയ ആണ്. നമുക്ക് ഒത്തിരി പഠിക്കാനുള്ള ഏരിയ ആണ് അല്ലെ, റിനൈസൻസ് എന്ന് പറയുന്ന ഏരിയ. അപ്പൊ നമുക്ക് അവിടെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി എന്ന് വേണ്ട ഒത്തിരി അധികം റിനൈസൻസ് ലീഡേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റും അതുകൂടാതെ നമുക്ക് ഡെയിലി ഫ്രീ ക്വിസ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം PSC എക്സാംസിനൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ അതുകൂടാതെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ വിത്ത് PDF, പിന്നെ നമുക്ക് എക്സാംസുകൾ ചെയ്ത് നോക്കാം. അതിൻ്റെ ഒരു അനാലിസിസ് കൂടി നമുക്ക് കിട്ടും. റാങ്കും അതിൻ്റെ പെർഫോമൻസ് അനാലിസിസ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പോൾ ആരുടെങ്കിലും ഇല്ല എങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിക്കേ. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കണം, യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു, യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു, ശ്രീമൂലം പ്രജാസഭയിൽ 1921-ലും 31-ലും അംഗമായി. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള അനദർ റിനൈസൻസ് ലീഡർ തന്നെയാണ്. അപ്പൊ ഇവിടെ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രസ്താവന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ചേരാത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചേരാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ 3 അല്ലെ. യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതില് ചേരാത്ത പ്രസ്താവനയായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ ശരിയാണ് അല്ലെ. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം, ഇത് ഓർത്തു വെച്ചോളാം, ഇരവിപേരൂരിൽ ജനനം. നെക്സ്റ്റ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. നമ്മൾ ഷോർട്ടായിട്ട് PRDS എന്ന് ഓർത്ത് വെച്ചാൽ മതി, പ്രത്യക്ഷ രക്ഷ ദൈവസഭ. നെക്സ്റ്റ് ശ്രീമൂലം പ്രജാസഭയിൽ ഈ ഇയർ ഓർത്ത് വയ്ക്കണം, 1921-ലും 31-നും. ഇത് പഠിക്കാൻ എളുപ്പമാണല്ലോ, 21, 31 എന്ന് ഓർത്ത് വെച്ചാൽ മതി. 21-നും അതുകൂടാതെ 31-നും അംഗമായി എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇത്രയും നമുക്ക് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു 3 പോയിന്റുകൾ നമുക്ക് ഇവിടെ കിട്ടി അല്ലെ. എന്താ ഇവിടെ? പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം, അതുകൂടാതെ PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു, ശ്രീമൂലം പ്രജാസഭയിൽ 1921-ലും 1931-ലും അംഗമായി. ഇനി നമുക്ക് ഈ ക്ലാസ്സുകളിലൂടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകളിലൂടെ നമുക്ക് ഓരോ റിനൈസൻസ് ലീഡേഴ്സിനെ പറ്റി നമുക്ക് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഇവിടെ ഇന്ന് നമ്മൾ പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കുറച്ച് കാര്യങ്ങൾ, ഫാക്റ്റുകൾ നോക്കാം. നോക്കിക്കേ, തിരുവല്ലയ്ക്കടുത്തുള്ള ഇരവിപേരൂർ, പത്തനംതിട്ടയിലെ തിരുവല്ലയ്ക്കടുത്തുള്ള ഇരവിപേരൂർ ഗ്രാമത്തിലെ ശങ്കരമംഗലത്താണ് ജനിക്കുന്നത്. അത് ഓർത്ത് വയ്ക്കണം, ശങ്കരമംഗലത്ത് ജനിച്ചു. 1879 ഫെബ്രുവരി 17-നാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ ഒരു തവണയൊക്കെ അയ്യങ്കാളി ജനിച്ചത് ഏത് വർഷമാണ്, ഏത് മന്താണ്, ഏത് ഡേ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മിക്ക റിനൈസൻസ് ലീഡേഴ്സ്, പ്രധാനപ്പെട്ട റിനൈസൻസ് ലീഡേഴ്സൊക്കെ ജനിച്ച വർഷവും മന്തും ഡേയും കൂടി മാക്സിമം ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇവിടെ പത്തനംതിട്ട അല്ലെ, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്തുള്ള ഇരവിപേരൂർ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. നെക്സ്റ്റ് നോക്കിക്കോളാം, അദ്ദേഹത്തിന് കുറെ വിശേഷങ്ങളുണ്ട് അല്ലെ. പുലയൻ മത്തായി, യോഹന്നാൻ ഉപദേശി, പൊയ്കയിൽ അപ്പച്ചൻ, കേരള നെപ്പോളിയൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പൊ ഏതൊക്കെ പേരിലാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്? പുലയൻ മത്തായി, യോഹന്നാൻ ഉപദേശി, പൊയ്കയിൽ അപ്പച്ചൻ, കേരള നെപ്പോളിയൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? ശ്രീ കുമാരഗുരുദേവനെയാണ് അല്ലെ. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനെയാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഏതൊക്കെയാ? പുലയൻ മത്തായി, യോഹന്നാൻ ഉപദേശി, പൊയ്കയിൽ അപ്പച്ചൻ, കേരള നെപ്പോളിയൻ. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവനായിട്ടാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാപിച്ചതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഡേറ്റ് പഠിക്കണം. 1909-ലാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത്. അത് ഓർത്ത് വെക്കുക, 1909 സ്ഥാപിച്ചു. ഇതിന്റെ ആസ്ഥാനം വരുന്നത് പത്തനംതിട്ട തന്നെയാണ്, ഇരവിപേരൂർ തന്നെയാണ് ഇതിന്റെ ആസ്ഥാനം. ഓക്കെ, അത് ഓർത്ത് വെക്കണം. 1909 ആസ്ഥാനം വരുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിലെ ഇരവിപേരൂരിലാണ് PRDSന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി വേറെ എന്തൊക്കെയായിരിക്കാം പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായിട്ട് റിലേറ്റ് ചെയ്ത്? ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആരാധനാ കേന്ദ്രങ്ങളെയാണ് നമ്മൾ മന്ദിരം എന്ന് വിളിക്കുന്നത്. അത് ഓർത്ത് വയ്ക്കുക, മന്ദിരം എന്ന് വിളിക്കുന്നത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആരാധനാ കേന്ദ്രങ്ങളെയാണ് നമ്മൾ മന്ദിരം എന്ന് വിളിക്കുന്നത്. ഇനി PRDS അതായത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രം എന്ന് പറയുന്നത് അധിയാർ ദീപം. ഇത് ഓർത്തു വയ്ക്കണം, മുഖപത്രം എന്ന് പറയുന്നത് അധിയാർ ദീപമാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ
ആ ഒരു മുഖപത്രം എന്ന് പറയുന്നത് അതിയാർ ദീപമാണ്. ഇനി ക്രൈസ്തവനും ഹിന്ദുവും അല്ലാത്തൊരു ദ്രാവിഡ സമൂഹത്തെ സൃഷ്ടിച്ച് ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ഇദ്ദേഹം എന്നുള്ളത്, പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. അത് ഓർത്തു വയ്ക്കുക. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇവിടെ ക്രൈസ്തവനും ഹിന്ദുവും അല്ലാത്ത ഒരു ദ്രാവിഡ ദളിതർ എന്ന ആശയം കൊണ്ടുവന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. ദെൻ നെക്സ്റ്റ് നോക്കിക്കൂട. അതുകൂടാതെ അടി മാത്രമല്ല മറ്റു ലഹളകളും ഒക്കെ എന്താണ് ഇതിൽ വരുന്നുണ്ട്. അതായത് അതിന് ഫോർ എക്സാമ്പിൾ വാകത്താനം ലഹള, വെള്ളനാടി ലഹള, ഇതൊക്കെ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. വാകത്താനം ലഹള, വെള്ളനാടി ലഹള, മുണ്ടക്കയം ലഹള, കൊഴുക്കും ചിറ ലഹള, മംഗലം ലഹള, ഇതൊക്കെ ഇദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റു ലഹളകളാണ്. ഓർത്തു വയ്ക്കുക. വാകത്താനം ലഹളയൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വാകത്താനം ലഹള, വെള്ളനാടി ലഹള, മുണ്ടക്കയം ലഹള, കൊഴുക്കും ചിറ ലഹള, മംഗലം ലഹള, ഇതൊക്കെ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റ് അടിമലഹളയല്ലാത്ത മറ്റു ലഹളകളാണ്. ഇത് ഓർത്ത് വയ്ക്കണം. ദെൻ നെക്സ്റ്റ് നോക്കിക്കൂടാ. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായിട്ട് ആദ്യ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. ഇനി ഒന്നാം ലോക മഹായുദ്ധകാലത്ത് പൊയ്കേലി യോഹന്നാന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ജാഥ നടന്നിട്ടുണ്ട്. അത് മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്ന് വരെയാണ്. അത് ഓർത്ത് വയ്ക്കണം കേട്ടോ. അതായത് ഒന്നാം ലോക മഹായുദ്ധം, ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് പൊയ്കേലി യോഹന്നാന്റെ നേതൃത്വത്തില് യുദ്ധവിരുദ്ധ ജാഥ നടന്നിട്ടുണ്ട്. അത് എവിടെ തൊട്ടിട്ടാണ്? മാരംകുളത്ത് നിന്ന് മാരംകുളത്ത് നിന്ന് എവിടെ തൊട്ട് എവിടെ വരെയാണെന്ന് പഠിക്കണം. മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്ന് വരെയാണ് നമുക്ക് ഈ യുദ്ധവിരുദ്ധ ജാഥയായിട്ടുള്ള ആ ഒരു ജാഥ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ഫസ്റ്റ് വേൾഡ് വാർ ആ ഒരു സമയത്ത് നടന്ന ജാഥയാണ്. ഇനി ഇതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സമാധാനം ലോകത്തിന് സമാധാനം എന്നുള്ളതാണ്. അത് ഓർത്തു വയ്ക്കണം. സമാധാനം ലോകത്തിന് സമാധാനം എന്നതായിരുന്നു ഈ സമരത്തിന്റെ മുദ്രാവാക്യം വരുന്നത്. അപ്പൊ ഇത്രയും അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാക്സിമം പോയിന്റ്സുകളാണ്. നിങ്ങൾക്ക് അഡീഷണൽ അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നോക്കിക്കോളാ. നെക്സ്റ്റ് വരുന്നത് VT ഭട്ടതിരിപ്പാട് VT ഭട്ടതിരിപ്പാട് നോക്കിക്കേ. 1908 ആലവയിൽ സ്ഥാപിക്കപ്പെട്ട യോഗക്ഷേമ സഭയിൽ അംഗമായി. അപ്പോ യോഗക്ഷേമ സഭയിൽ ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് തെറ്റാണ് നമ്മുടെ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ അല്ല. ആരാണ്? VT ഭട്ടതിരിപ്പാട് VT ഭട്ടതിരിപ്പാടാണ് 1908 ആലുവയിൽ സ്ഥാപിക്കപ്പെട്ട യോഗക്ഷേമ സഭയുടെ അംഗമായി. ഇനി നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതായിരുന്നു യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അത് ഓർത്തു വയ്ക്കുക. എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ് യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം. ദെൻ നെക്സ്റ്റ് വരുന്നത് യോഗക്ഷേമ സഭയുടെ മുഖപത്രം മുഖപത്രം വരുന്നത് ഏതാ? മംഗളോദയമാണ് യോഗക്ഷേമ സഭയുടെ മുഖപത്രം വരുന്നത് മംഗളോദയമാണ്. 1921 അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ VT ഭട്ടതിരിപ്പാട് അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതൊരു പോയിന്റ് ആണ്. 1921 അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി ദെൻ നെക്സ്റ്റ് വരുന്നത് അദ്ദേഹം VT ഭട്ടതിരിപ്പാട് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകമാണ് അപ്പൊ 1929 VTയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അവതരിപ്പിക്കപ്പെട്ടു. അത് ഓർത്തു വെക്കുക. 1929 VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം. ഇനി അദ്ദേഹവുമായിട്ട് VTയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ തൃശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെ, ഈ പോയിന്റ് അവിടെ ഓർത്തു വെക്കണം. തൃശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെ അദ്ദേഹം യാചനയാത്ര നടത്തി അത് പഠിക്കണം. യാചനയാത്ര ആരാണ്? VT ഭട്ടതിരിപ്പാട് എവിടെ മുതൽ എവിടം വരെയാണെന്ന് ചോദിക്കും. തൃശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെയാണ്. ഇനി എന്താ നെക്സ്റ്റ്? കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തി ആ സമയത്ത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു അത്. അപ്പൊ കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകനാണ്. ഇനി അതുകൂടാതെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം കൊടുത്തതും ആര് തന്നെയാണ്? VT തന്നെയാണ് ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം കൊടുത്തതും VT തന്നെയാണ്. ദെൻ നെക്സ്റ്റ് 1919 നമ്പൂതിരി യുവജന സംഘം സ്ഥാപിക്കപ്പെടുകയാണ്. ഇത് ഓർത്തു വയ്ക്കണം. 1919 നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ചു. ഇനി ഉണ്ണി നമ്പൂതിരി എന്നുള്ളതായിരുന്നു യുവജന സംഘത്തിന്റെ മുഖപത്രം എന്ന് പറയുന്നത്. ഇത് മുഖപത്രത്തിന്റെ പേരാണ് കേട്ടോ, ഉണ്ണി നമ്പൂതിരി. ഈ ഉണ്ണി നമ്പൂതിരിയിലാണ് VTയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള ആ ഒരു നാടകം ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത്. ഇതിലൂടെയാണ് അച്ചടിച്ചത്. അത് ഓർത്തു വയ്ക്കുക. ഉണ്ണി നമ്പൂതിരി എന്നുള്ളതായിരുന്നു യുവജന സംഘത്തിന്റെ മുഖപത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇതുമായിട്ട്, അതായത് VTയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നോക്കിക്കോളാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇത് മാച്ച് ദ ഫോളോവിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയും വരാം, സ്റ്റേറ്റ്മെന്റ് അല്ലാതെ നമുക്ക് മാച്ച് ദ ഫോളോവിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും വരാം. അപ്പൊ നോക്കിക്കോളാം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് എ വിഭാഗത്തിൽ നിന്ന് യോജിച്ചവ ബി വിഭാഗത്തിൽ നിന്ന് കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, വൈകുണ്ഠസ്വാമികൾ, അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, VT ഭട്ടതിരിപ്പാട്. അപ്പൊ ഏതായിരിക്കാം ഇവിടെ? നോക്കിക്കേ, ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കും, വൈകുണ്ഠസ്വാമി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മയിലേക്ക് വരേണ്ടത് സമത്വ സമാജമാണ് അല്ലെ. സമത്വ സമാജമാണ് നമുക്ക് വൈകുണ്ഠസ്വാമിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അയ്യങ്കാളി എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ആരെയാണ്? സാധുജന പരിപാലന സംഘം അല്ലെ. VT ഭട്ടതിരിപ്പാട് നമുക്കറിയാം ഏതാണ്? യോഗക്ഷേമ സഭ അല്ലെ. ദെൻ നെക്സ്റ്റ് വാഗ്ഭടാനന്ദൻ വരുമാരാണ്? ആത്മവിദ്യാ സംഘം. ഇത് കറക്റ്റ് ആയിട്ട് അവിടെ ഓർത്തു പോവാ. കുറച്ചു മുന്നേ നമ്മൾ VT ഭട്ടതിരിപ്പാടിന്റെ ഒക്കെ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ദെൻ നെക്സ്റ്റ് ഇതൊന്ന് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം, മനസ്സിലേക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് വരണം കേട്ടോ. അപ്പൊ വൈകുണ്ഠസ്വാമി എന്ന് പറയുമ്പോൾ എന്താണ്? സമത്വ സമാജം അല്ലെ. വൈകുണ്ഠസ്വാമി എന്ന് പറയുമ്പോൾ സമത്വ സമാജം ഓർത്തു വെക്കുക. ദെൻ നെക്സ്റ്റ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. ദെൻ നെക്സ്റ്റ് വാഗ്ഭടാനന്ദൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആത്മവിദ്യാ സംഘത്തിനെ ഓർക്കണം. VT ഭട്ടതിരിപ്പാട് എന്ന് പറയുമ്പോൾ നമുക്ക് യോഗക്ഷേമ സഭ. അപ്പൊ ഇത് കറക്റ്റ് അല്ലേ എന്ന് നോക്കിക്കേ അല്ലെ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കൂടാ, നെക്സ്റ്റ് ഇതേ മോഡൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നോക്കിക്കേ, താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. താഴെ പറയുന്നതിൽ തെറ്റായ ബന്ധം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വാഗ്ഭടാനന്ദൻ, സമത്വ സമാജം. കുറച്ച് മുന്നേ നമ്മള് സമത്വ സമാജത്തിനെ പറ്റി പറഞ്ഞാണ് അല്ലെ. അപ്പൊ ഏതായിരിക്കും ഇതിൽ തെറ്റായ ബന്ധം എന്ന് പറയുന്നത്? 3 മാത്രം അല്ലെ. വാഗ്ഭടാനന്ദൻ ആരുമായിട്ട്? സമത്വ സമാജവുമായിട്ട് റിലേറ്റ് ചെയ്താണോ വരുന്നത്? അല്ല. സമത്വ സമാജം ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടെയാണ് അല്ലെ. വൈകുണ്ഠസ്വാമികളുടെയാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം, 1114 കഥ എന്ന കൃതി രചിച്ചത് ആര് എന്നാണ് ചോദിക്കുന്നത്. ആരായിരിക്കും അവിടെ? ഓപ്ഷൻ ബി ആണ്, അക്കാമ ചെറിയാൻ അല്ലെ. അക്കാമ ചെറിയാൻ. അപ്പൊ നമ്മള് കുറെ റിനൈസൻസ് ലീഡേഴ്സിനെ പറ്റി പഠിച്ചു, ചട്ടമ്പി സ്വാമിയെ പറ്റി പഠിച്ചു, ശ്രീനാരായണ ഗുരുവിനെ പറ്റി പഠിച്ചു, അയ്യങ്കാളിയെ പറ്റി പഠിച്ചു. ഇതൊക്കെ പഠിച്ചാൽ കൂടി നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുന്നത് വിമൻ റിനൈസൻസ് ലീഡേഴ്സിനെ പഠിക്കണം അല്ലെ. അതായത് സ്ത്രീകളായിട്ടുള്ള നമുക്ക് അക്കാമ ചെറിയാൻ പോലുള്ള നമുക്ക് ഒത്തിരി വിമൻ റിനൈസൻസ് ലീഡേഴ്സ് ഉണ്ട്, അവരെ പറ്റി പഠിക്കണം. അപ്പൊ ഇവിടെ അക്കാമ ചെറിയാനുമായിട്ട് റിലേറ്റ് ചെയ്തൊന്ന് ഓർത്ത് വെക്കേ. അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് നമുക്ക് 1114 കഥ എന്ന് പറയുന്നത്. ഇനി ഇവിടെ തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരു വിമൻ റിനൈസൻസ് ലീഡറാണ് അക്കാമ ചെറിയാൻ എന്ന് പറയുന്നത്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം അല്ലെ. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്താണ് തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് അല്ലെ. രാജധാനി മാർച്ച് സംഘടിപ്പിച്ചത് ആരാണ്? അക്കാമ ചെറിയാനാണ്. അത് ഓർത്ത് വെക്കണം. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നയിച്ചത് ആരാണ്, അല്ലെങ്കിൽ അത് നടത്തിയത് ആരാണ്? അക്കാമ ചെറിയാനാണ്. ഇനി അത് കൂടാതെ അക്കാമ ചെറിയാന്റെ വിശേഷണം, അല്ലെങ്കിൽ അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അല്ലെ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ അക്കാമ ചെറിയാനാണ്. ഇനി ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് അല്ലെ. ഗാന്ധിജിയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. അത് ഓർത്ത് വെക്കുക. ഇനി അക്കാമ ചെറിയാനുമായിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒത്തിരി ഫാക്റ്റുകൾ ഉണ്ട്. നമുക്ക് വഴിയെ ഓരോ ക്ലാസ്സിലൂടെ നമുക്ക് രണ്ട് റിനൈസൻസ് ലീഡേഴ്സിനെ പറ്റി വെച്ച് നമുക്ക് പഠിച്ചു പോകാം. ഇനി ഇത് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിക്കോളാം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആര് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കേരള റിനൈസൻസിലെ ലീഡേഴ്സിന്റെ ആ ഒരു പേരാണ്, അല്ലെങ്കിൽ അവരെ പറ്റിയാണ് പഠിച്ചത് അല്ലെ. അപ്പോൾ നമുക്ക് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെ, അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആര് ഉത്തരം പറയും? അതൊന്ന് കമന്റ് ചെയ്ത് നോക്കുക. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണോ, അല്ലെങ്കിൽ രവീന്ദ്രനാഥ ടാഗോർ ആണോ, ഡോക്ടർ BR അംബേദ്കർ ആണോ, സുഭാഷ് ചന്ദ്രബോസ് ആണോ? നമുക്ക് അവിടെ ഒത്തിരി അധികം വിമൻ റിനൈസൻസ് ലീഡേഴ്സിനെ പോലെ തന്നെ, അല്ലെങ്കിൽ കേരള റിനൈസൻസ് ലീഡേഴ്സിനെ പോലെയൊക്കെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട വേറൊരു പോയിന്റ് ആണ് നമുക്ക് ഇന്ത്യൻ നവോത്ഥാനം എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യൻ റിനൈസൻസ് ലീഡേഴ്സിനെ പറ്റിയും അതുകൂടാതെ ആ സമയത്തെ സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സുകൾ, അപ്പൊ അതുകൂടാതെ രാജാറാം മോഹൻ റോയിയുടെ ആണെങ്കിലും ദയാനന്ദ സരസ്വതിയുടെ ആണെങ്കിലും ഒക്കെ നമുക്ക് അവിടെ ഒത്തിരി മൂവ്മെന്റ്സുകളും അവരെ പറ്റിയൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഉത്തരം നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ, ആരാണെന്ന് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആര് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. തൂവൽ പന്തികൾ
എന്നറിയപ്പെടുന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദിക്കുന്നത്. ആരായിരിക്കാം? വൈകുണ്ഠസ്വാമിയാണ് അല്ലെ. തൂവൽപന്തി കൂട്ടായ്മ എന്ന് പറയുന്നത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ് അല്ലെ. വൈകുണ്ഠസ്വാമിയുടെ പ്രത്യേകത എന്താണ്? അതായത് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി അല്ലെ. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു റിനൈസൻസ് ലീഡറാണ് വൈകുണ്ഠസ്വാമി എന്ന് പറയുന്നത്. ഇനി അത് കൂടാതെ നമുക്കറിയാം വൈകുണ്ഠസ്വാമിയുടെ ഒത്തിരി ഫാക്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ഇനി അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? സ്വാമിത്തോപ്പ് അല്ലെ. അപ്പൊ അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? അതായത് നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പ് എന്നറിയപ്പെടുന്ന ശാസ്താംകോയിൽ വിളയിലെ ഒരു ചാന്നാർ കുടുംബത്തിലാണ് ആര് ജനിക്കുന്നത്? വൈകുണ്ഠസ്വാമി ജനിക്കുന്നത്. ഇനി മുടിചൂടും പെരുമാൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? ഈ വൈകുണ്ഠസ്വാമിയാണ്. ഇനി അതുകൂടാതെ അദ്ദേഹവുമായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ. ഈ തൂവൽപന്തി കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമുക്ക് അച്ചടക്കമുള്ള അല്ലെങ്കിൽ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു മൂവ്മെന്റ്, അതിനെയാണ് നമ്മൾ തൂവൽപന്തി കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം തുടങ്ങിയ ഒരു സഭ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആണ് സമത്വ സമാജം എന്ന് പറയുന്നത് അല്ലെ. സമത്വ സമാജം എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ വേറൊന്നും കൂടെ ഉണ്ട്, അയ്യാവഴി. എന്താണ് ഈ അയ്യാവഴി എന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ ചിന്താ പദ്ധതിയാണ് അയ്യാവഴി എന്നറിയപ്പെടുന്നത് അല്ലെ. ചിന്താ പദ്ധതിയാണ് അയ്യാവഴി എന്നറിയപ്പെടുന്നത്. ഇനി അതുകൂടാതെ എല്ലാ ജാതിക്കാർക്കും യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുന്തിരിക്കിണർ അല്ലെ. മുന്തിരിക്കിണർ സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ഇനി സമപന്തി ഭോജനം, ഏറ്റവും ഇമ്പോർട്ടന്റ് അനദർ വേർഡ്, സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ഇത്രയും പോയിന്റുകൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം വൈകുണ്ഠസ്വാമി ജനിച്ചത് അല്ലെ എവിടെയാണ്? നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പ് അല്ലെ. സ്വാമിത്തോപ്പ് ശാസ്താംകോയിൽ വിളയിൽ ഒരു ചാന്നാർ കുടുംബത്തിലാണ് ജനിച്ചത്. ഇനി അദ്ദേഹം മുടിചൂടും പെരുമാൾ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് അവകാശപ്പെടുന്നത് അദ്ദേഹമാണ്. ഇനി അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വേർഡ് ഉണ്ട്, അതായത് തിരുവിതാംകൂർ ഭരണത്തെ നീചഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീചഭരണം എന്നും വിശേഷിപ്പിച്ച ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു മൂവ്മെന്റിനെയാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. അദ്ദേഹം സ്ഥാപിച്ച ആ ഒരു പ്രസ്ഥാനത്തിനാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം സംഘടിപ്പിച്ചതാണ് സമപന്തി ഭോജനം. അത് ഓർത്തു വെക്കുക. അദ്ദേഹത്തിന്റെ ചിന്താ പദ്ധതിയാണ് നമ്മൾ അയ്യാവഴി എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്, അത് ഓർത്തു വെക്കുക. ഇനി അദ്ദേഹത്തിന്റെ 2 പ്രധാനപ്പെട്ട കൃതികൾ കൂടി ഓർത്തു വെക്കാനുണ്ട്. ഏതൊക്കെയാണ്? അരുൾനൂൽ, അഖിലത്തിരുട്ട് അല്ലെ. അരുൾനൂൽ, അഖിലത്തിരുട്ട്. ഇത്രയും കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. ഒത്തിരി ഉണ്ട് കേട്ടോ പഠിക്കാനായിട്ട്. വൈകുണ്ഠസ്വാമിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാ. അയ്യങ്കാളി ജനിച്ച ദിവസം എന്നാണ് ചോദിക്കുന്നത്. വെറുതെ ഇയർ പഠിച്ചാൽ പോരാ. അയ്യങ്കാളി ജനിച്ച ദിവസം 1863 ഓഗസ്റ്റ് 28 എന്ന് തന്നെ പഠിക്കണം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, അയ്യങ്കാളി ജനിച്ച ദിവസം എന്ന് പറയുന്നത് 1863 ഓഗസ്റ്റ് 28 അത് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആര് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റും അല്ലെ. സമപന്തി ഭോജനം കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞു വൈകുണ്ഠസ്വാമിയാണ് സമപന്തി ഭോജനം അല്ലെ സംഘടിപ്പിച്ചത്. ഓർത്തു വയ്ക്കുക, സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമിയാണ്. നെക്സ്റ്റ് 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്നാണ് ചോദിക്കുന്നത്. അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിനൈസൻസ് ലീഡറാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. ഇനി അയ്യങ്കാളിയുമായിട്ട് റിലേറ്റ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചത് 1980 വെള്ളയമ്പലത്ത് പ്രതിമ സ്ഥാപിച്ച ആരാണ്? ഇന്ദിരാഗാന്ധി അല്ലെ. അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിമ വെള്ളയമ്പലത്ത് സ്ഥാപിക്കപ്പെട്ടത്. ഇനി ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി പറഞ്ഞൊരു വേർഡാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ അല്ലെ. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നാണ് ഇന്ദിരാഗാന്ധി ആരെ വിശേഷിപ്പിച്ചത്? അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. ഇനി ഈ പ്രതിമ ഡിസൈൻ ചെയ്ത് ഇസ്രാ ഡേവിഡ് ആണ് ഈ പ്രതിമ ഡിസൈൻ ചെയ്തത്. അതല്ലെങ്കിൽ ആ ഒരു പ്രതിമയുടെ ആ ഒരു നിർമ്മിതി അല്ലെങ്കിൽ നിർമ്മിച്ച വ്യക്തി എന്ന് പറയുന്നത് ഇസ്രാ ഡേവിഡ് ആണ്. അത് ഓർത്ത് വെക്കുക. ഇനി ഇത് സ്ഥാപിച്ചത് ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയാണ്. ഡേറ്റ് ഓർത്തു വയ്ക്കുക 1980 എവിടെയാണെന്ന് ഓർത്തു വയ്ക്കണം? വെള്ളയമ്പലത്ത് അല്ലെ. വെള്ളയമ്പലത്താണ് അനാച്ഛാദനം ചെയ്തത്. ഇനി ഈ അനാച്ഛാദന സമയത്താണ് ഇന്ദിരാഗാന്ധി അയ്യങ്കാളിയെ പറ്റി ഇങ്ങനെ പറഞ്ഞത്. എന്താ? ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നാണ് അയ്യങ്കാളിയെ പറ്റി വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അയ്യങ്കാളിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കുക കേട്ടോ.
നെക്സ്റ്റ് നോക്കിക്കോളുക, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര് എന്നാണ് ചോദിക്കുന്നത്. ഇത് നമുക്കറിയാം, വൈകുണ്ഠസ്വാമി. കുറച്ചു മുന്നേ നമ്മൾ വൈകുണ്ഠസ്വാമിയെ പറ്റി പറഞ്ഞു അല്ലെ. അപ്പൊ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. അപ്പോൾ നമുക്ക് രണ്ട് റിനൈസൻസ് ലീഡേഴ്സിനെ പറ്റി വളരെ കൃത്യമായിട്ട് പഠിച്ചു അല്ലെ. ഒന്ന് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ, അതുകൂടാതെ നമുക്ക് VT ഭട്ടതിരിപ്പാട്. അങ്ങനെ രണ്ട് ലീഡേഴ്സിനെ പറ്റും. അതുകൂടാതെ നമുക്ക് അയ്യങ്കാളി ആയാലും വൈകുണ്ഠസ്വാമിയിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറേ കാര്യങ്ങൾ നമ്മളോട് പഠിച്ചു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലൂടെ നമുക്ക് ബാക്കിയുള്ള റിനൈസൻസ് ലീഡേഴ്സിനെ പറ്റി വളരെ വിശദമായിട്ട് നമുക്ക് അവിടെ പഠിച്ചു പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ LDCക്ക് ആയിട്ട് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം അല്ലേ. അതായത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ PSC പരീക്ഷ എഴുതുന്ന അല്ലെങ്കിൽ PSCക്കാർ അല്ലെങ്കിൽ നമ്മുടെ PSC ആസ്പിരന്റ് ഉറ്റുനോക്കുന്ന ഒരു എക്സാമാണ് അടുത്ത LDC എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ LDCയുടെ പുതിയൊരു ലോങ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സസ് വഴിയും അതുകൂടാതെ വിത്ത് PDF നോട്ട്സുകൾ ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ടോട് കൂടിയും അതുകൂടാതെ നമുക്ക് വീക്ക്ലി ലൈവ് ക്ലാസ്സിലൂടെയും വീക്ക്ലി ടൈം ടേബിളിലൂടെയൊക്കെയാണ് നമ്മളിവിടെ ആ ഒരു കോഴ്സ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഇതാണ്, 8590202323 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വൺസ് അഗൈൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.